ഹോൾ വീഡിയോ എന്ന് പറയുമ്പോൾ കുർത്തയുടെ ഹോൾ വീഡിയോ 300-400 സംതിങ് സമയത്ത് തന്നെ ഞാൻ എന്റെ മനസ്സിൽ തിങ്ക് ചെയ്ത സംഭവമാണ് ഇത്. ഞാൻ ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്ന് വന്നിട്ടുള്ള വീഡിയോസ് എന്താന്ന് വെച്ചാൽ ഇന്ന് കുറച്ചും കൂടി സ്പെഷ്യൽ ആയിട്ടുള്ള വീഡിയോസ് ആണ്. അതായത് എന്റെ സബ്സ്ക്രൈബേഴ്സിനും എന്റെ വ്യൂവേഴ്സിനും ഒക്കെ ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അതായത് കുർത്ത സെറ്റ് ഹോൾ വീഡിയോ ആണ്. അപ്പൊ ഇന്ന് കുർത്ത സെറ്റ് ഹോൾ വീഡിയോ ചെയ്യുമ്പോൾ എന്നത്തെയും പോലത്തെ ഒരു വീഡിയോ അല്ല. അതായത് എപ്പോഴും ഞാൻ മീഷോ ഹോൾ വീഡിയോ ആണല്ലോ, പിന്നെ ഒന്ന് മാറ്റി പിടിക്കാന്ന് വിചാരിച്ചിട്ട് ഇതാ ഞാൻ ഫ്ലിപ്കാർട്ട് ഹോൾ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഫ്ലിപ്കാർട്ട് അപ്പൊ ഇതാ 1 2 3 4 ഈ ഡ്രസ്സസ് ഒക്കെ എനിക്ക് പെർഫെക്റ്റ് ആക്കണം എന്ന് അത്രയും അത്യാവശ്യമാണ്. കാരണം എന്താന്ന് വെച്ചാല് ഇത് കുറെ ദിവസമായിട്ട് എൻ്റെ വീഡിയോസ് എടുക്കുന്നതാണെങ്കിലും ഒന്നും ഒട്ടും ശരിയല്ല. ഒക്കെ എന്തൊക്കെയൊക്കെയോ ഒരു മിസ്മാച്ച് ഉള്ള പോലെ എനിക്ക് മിസ്മാച്ച് അല്ല, എന്തൊക്കെയൊക്കെയോ ഒരു പ്രശ്നമുള്ള പോലെ തോന്നുന്നുണ്ട്. വ്യൂവേഴ്സും നല്ല കുറവാണ്. അപ്പം മോണിറ്റൈസേഷൻ ആവാനായിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു ത്രില്ലിലും കൂടിയാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. ഈ ഒരൊറ്റ വീഡിയോ ഉണ്ട്, ഞാനതാണ്ട് കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിലാണ് വീഡിയോ എടുക്കുന്നത്. അപ്പൊ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാൻ നോക്കുക. എൻ്റെ ചാനൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യുക. ഒന്നുകൂടി സബ്സ്ക്രൈബ് ചെയ്യരുത്. സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണ്ട, അല്ലാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അല്ലെങ്കിൽ അൺസബ്സ്ക്രൈബർ ആയി പോകും. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസ് സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാൻ നോക്കുക. പിന്നെ എന്താ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ അതിന്റെ ലിങ്കോ കോഡോ എന്താന്ന് വെച്ച് ചോദിക്കാൻ ഞാൻ എന്താന്ന് കമന്റിൽ എന്തായാലും അത് അറിയിക്കുന്നതാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഡ്രസ്സ് ഏതാന്ന് നോക്കാം, അൺബോക്സ് ചെയ്യാം. ഒന്നും ഞാൻ അൺബോക്സ് ചെയ്തിട്ടില്ല, ഒന്നും ഞാൻ നോക്കിയിട്ടില്ല. പക്ഷെ നല്ല പ്രതീക്ഷ ഉണ്ട് കേട്ടോ ഇത്തവണ. കാരണം നല്ല നോക്കി ഒക്കെ ഭയങ്കര സെലക്റ്റീവ് ആയിട്ടുള്ള ഡ്രസ്സസ് ഞാൻ എടുത്തിട്ടുള്ളത്. ഭയങ്കര കാഷ്വൽ ആയിട്ട് കോളേജ് വിയറോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒക്കെ ഡ്രസ്സസ് ഞാൻ എടുത്തിട്ട് ഓഫീസ് വിയറോ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി ഡ്രസ്സസ് ആണ് ഞാൻ നല്ല റയോണിലൊക്കെ നോക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ ഇത്തവണയും ഉഷാറാവും എന്നുള്ള പ്രതീക്ഷയിലാണ്. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഓക്കെ, ഫസ്റ്റ് തന്നെ ഞാൻ പ്രതീക്ഷയിൽ വാങ്ങിയൊരു ഡ്രസ്സ് ഉണ്ട്, അത് നമുക്ക് അൺബോക്സ് ചെയ്യാം. ഇത് വാങ്ങാനുള്ള ഫസ്റ്റ് കാരണം ഇതിന്റെ കളറാണ് കേട്ടോ. ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു കളറാണ്, ഒത്തിരി ഇഷ്ടമായിട്ട് കളറ്. ഓക്കെ, ക്വാളിറ്റിയും അടിപൊളിയാണ്. ഡ്രസ്സസ് നോക്കി അടിപൊളിയായിട്ടുള്ള ഡ്രസ്സ് കേട്ടോ. നല്ല എന്താ പറയാ ഫാഷൻ, എന്താ പറയാ നല്ലൊരു കളറാണെങ്കിലും ഇതിന്റെ ലുക്ക് ആണെങ്കിലും ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. എന്താ ഞാൻ പറയേണ്ടതെന്ന് അറിയില്ല, എനിക്ക് അത്രയും ഇഷ്ടമായി. ഇത് ഞാൻ ആക്ച്വലി ഈ ഡ്രസ്സ് എടുക്കുന്ന സമയത്ത് ഞാൻ ഫിക്സ് ചെയ്തൊരു കാര്യമാണ്. ഇത് ഞാൻ ഈ ഡ്രസ്സ് ഞാൻ ഫിക്സ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. കാരണം ചില ഡ്രസ്സസ് അങ്ങനെയാണ്, നമ്മൾ കാത്തിരുന്ന് പോകും ഈ ഡ്രസ്സ് ഒന്ന് വന്നിരുന്നുവെങ്കിൽ തോന്നി പോകുന്ന ഡ്രസ്സാണ്. ഇതിനെ കുറിച്ച് പറയാൻ എന്താന്ന് വെച്ചാല് ഇതിന്റെ കോളർ ഇതാ ഭയങ്കര പക്കാ സ്റ്റാൻഡേർഡ് ഒരു കോളർ ഇട്ടാ. കോളർ എന്നാ പറയുന്നത്. ഇതിന്റെ നെക്ക് വന്നിട്ട് ഇതാ അടിപൊളി ഇട്ടാ, ഒരു മിനി പൈപ്പിംഗ് ഒക്കെ കൊടുത്തിട്ടുള്ള ആണ് മിനി പൈപ്പിംഗ് ആണ് ഇതിന്റെ നെക്ക് വന്നിട്ട്. വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല, സിമ്പിൾ ഹമ്പിൾ ഡ്രസ്സ്. പിന്നെ സ്ലീവ് വന്നിട്ട് ഇതാ 3/4 സ്ലീവ് ആണ് കൊടുത്തിട്ടുള്ളത്. നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ വന്നിട്ട്. ഏറ്റവും അട്രാക്റ്റീവ് കളർ തന്നെയാണ്, ഇതിന് എടുത്ത് പറയണം. അത്രയും നല്ല വൈറ്റ്, എന്താ പറയാ ഈ കളർ അടിപൊളി, ഒരു രക്ഷയില്ല. ഇനി ഇതിത്തെ പാൻറ് അതേ കളറുള്ള ഒരു സിക്സാഗ് പോലത്തെ ടൈപ്പ് പ്രിന്റഡ് ഒക്കെ ആയിട്ട്, പ്രിന്റഡ് അല്ല കേട്ടോ, അങ്ങനത്തെ ഒരു പാറ്റേൺ ഒക്കെ ആയിട്ട് വരുന്ന ഒരു അടിപൊളി പാൻറ്. നല്ല ക്വാളിറ്റി ഉണ്ട്, റയോൺ ആണ്, ഇലാസ്റ്റിക് ആണ് വന്നിട്ടുള്ളത്. പോക്കറ്റ്സ് ഒന്നും കാര്യങ്ങളൊന്നുമില്ല, നല്ല മെറ്റീരിയൽ ഇട്ടാ, അടിപൊളിയാണ്. ട്രസ്റ്റ് മീ ഗൈസ്, ഇത് അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. അപ്പൊ ഇത് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഡ്രസ്സാണ്. അപ്പൊ നെക്സ്റ്റ് ഡ്രസ്സ് ഏതാന്ന് നോക്കാം. പിന്നെ ഈ ഡ്രസ്സിനെ കുറിച്ചിട്ട് മെയിൻ ആയിട്ട് പറയാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാന്ന് വെച്ചാൽ ഇതിന് 451 രൂപയാണ് ഇതിന്റെ പ്രൈസ് വന്നിട്ട്. പിന്നെ മെറ്റീരിയൽ വന്നിട്ട് റയോൺ ആണ് മെറ്റീരിയൽ. പിന്നെ ഓക്കെ, എക്സ് സ്മോൾ തൊട്ടിട്ട് XXL വരെയാണ് ഇതിന്റെ സൈസ് ഉള്ളത്. പിന്നെ മെറ്റീരിയൽ ഞാൻ പറഞ്ഞു റയോൺ ആണ്. ഇത് ടോപ്പ് ആയിക്കോട്ടെ പാന്റ് ആയിക്കോട്ടെ രണ്ടും റയോൺ ആണ്. വേറെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. അപ്പൊ നമുക്ക് അടുത്ത ഡ്രസ്സ് എന്താന്ന് നോക്കാം. ഈ ഒരു ഡ്രസ്സ് പൊട്ടിച്ച് നോക്കട്ടാ. പിന്നെ പറയാനുള്ളത് എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഞാൻ ഈ ഡ്രസ്സ് മേടിച്ചിട്ടുള്ളത്. ഓക്കെ, അടിപൊളി, എല്ലാം അടിപൊളിയാണ്. അതാണ് എൻ്റെ ഫസ്റ്റ് കൺഫ്യൂഷൻ. ഇതിന്റെ പിക്ചറൊക്കെ ഞാൻ സൈഡിൽ കൊടുക്കാം കേട്ടോ. ഇതാണ്
ഡ്രസ്സ് വന്നിട്ട് അടിപൊളി, നല്ല പാറ്റേൺ, നല്ല പ്രിന്റഡ്, നല്ല മെറ്റീരിയൽ, കുറച്ച് തിന്നാണ് പക്ഷെ അടിപൊളി മെറ്റീരിയൽ. വേറെന്താ പറയാനുള്ളത്? ഒന്നും പറയാനില്ല, ഇത് എടുക്കാം. ഇതിന്റെ നെക്ക് വന്നിട്ട് ഒരു റൗണ്ട് നെക്കാണ്, അതിലൊരു വി കട്ട് വരുന്നുണ്ട്. പിന്നെ അടിപൊളി പാറ്റേൺ കേട്ടോ. പിന്നെ 3/4 സ്ലീവ് ആണ്. വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. നല്ല കാഷ്വൽ ആയിട്ട് കോളേജിലോ ഓഫീസിലൊക്കെ സ്ഥിരമായിട്ട് നമുക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്ന സമയത്തൊക്കെ ഇങ്ങനത്തെ ഒക്കെ ഡ്രസ്സ്, അതായത് ലോവർ പ്രൈസിൽ കുറെ കുർത്താസ് ഒക്കെ ഓർഡർ ചെയ്താൽ അടിപൊളി ആയിരിക്കും കേട്ടോ. അത് ഇടുമ്പോൾ ഭയങ്കര സ്റ്റാൻഡേർഡും ആയിരിക്കും, നമുക്ക് പുറത്തൊക്കെ പോകുമ്പോൾ ഇടുകയും ചെയ്യാം. എന്നാൽ സിമ്പിൾ ആയിട്ടും പോകും. ഇതിൽ പ്ലെയിൻ ആയിട്ടുള്ള ബ്ലാക്ക് പാൻ്റാണ് ഇതിന്റെ കൂടെ വരുന്നത്. ഇലാസ്റ്റിക് ആണ് കൊടുത്തിട്ടുള്ളത്, പോക്കറ്റ്സും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. എന്തായാലും അടിപൊളിയാണ് കേട്ടോ, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഡ്രസ്സ് വന്നിട്ട്. വേറെന്താ, ഓക്കെ, ഇതിന്റെ മെറ്റീരിയൽ വന്നിട്ട് റയോൺ ആണ് മെറ്റീരിയൽ വന്നിട്ട്. ഇത് എക്സ് സ്മോൾ തൊട്ടിട്ട് XXL വരെയാണ് ഇതിന്റെ സൈസ് അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ ഇതിന്റെ എനിക്ക് ഹൈലൈറ്റ് ആയിട്ട് ഇഷ്ടപ്പെട്ടത് ഈ കളർ കോമ്പിനേഷൻ തന്നെയാണ്. ബ്ലാക്ക് ആണല്ലോ, അപ്പോ ബ്ലാക്ക് ഇഷ്ടപ്പെടാത്ത ആരാളെ. പിന്നെ ഇതിന് ഒരു ബ്ലൂ കളർ വരുന്നുണ്ട്. ബ്ലൂ ആണോ ഗ്രേ ആണെന്നൊന്നും അറിയില്ല, അങ്ങനത്തെ ഒരു ടൈപ്പ് കളറും വരുന്നുണ്ട്. അപ്പൊ അതും എല്ലാം കൂടി കാണുമ്പോൾ അടിപൊളിയായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ് ഡ്രസ്സ്, ഇതും ഞാൻ ഫസ്റ്റ് ഡ്രസ്സ് പറഞ്ഞ പോലെ ഫുള്ളായിട്ട് പ്രതീക്ഷിച്ചിട്ട് മേടിച്ചൊരു ഡ്രസ്സാട്ടോ. ഒരു ടൈപ്പ് സിഗ്സാഗ് ഒക്കെ പോലത്തെ ഒരു ടൈപ്പ് ഡ്രസ്സാണ്. ഒരു രക്ഷയില്ല കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഇതിന്റെ മെറ്റീരിയലിന് ഒരിത്തിരി പ്രത്യേകത ഉണ്ട്. കാരണം ഒരു എന്താ പറയാ, തൊടുമ്പോൾ കുറച്ച് കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നുണ്ട്. പക്ഷെ ഇതും റയോൺ തന്നെയാണ് കേട്ടോ. കുറച്ചും കൂടി കട്ടിയൊക്കെ തോന്നുന്നത് ഈ ഒരു ഡ്രസ്സിനാണ്. ഇത് ഫുൾ ഇങ്ങനത്തെ ഒരു ലൈക്ക് സംഭവമാണ്. ഇതിക്കൊക്കെ ബ്ലാക്ക് ഷോളോ ഇതഞ്ഞപ്പട്ട ഷോളോ ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിട്ടുണ്ടാവും കേട്ടോ. അതിന്റെ പിക്ചർ ഞാൻ സൈഡിൽ കൊടുക്കാം, ഇട്ടിട്ടുള്ള വീഡിയോസും ഞാൻ സൈഡിൽ കൊടുക്കാം. പിന്നെ എന്താണ് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഇതിന്റെ നെക്ക് മറ്റുള്ളതിന്റെ നെക്ക് പോലെയല്ല, ഒരിത്തിരി വെറൈറ്റി ആണ്. ബട്ടൺസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇതെങ്ങനെയാണ് നെക്ക് വന്നിട്ടുള്ളത്. പിന്നെ സ്ലീവ് 3/4 സ്ലീവ് ആണ്. ഇതിന്റെ സൈസ് ഞാൻ എടുത്തിട്ടുള്ള മീഡിയം ആണ് കേട്ടോ. എടുക്കാൻ പ്രത്യേകിച്ച് റീസൺ ഒന്നുമില്ല, മീഡിയം എടുക്കാന്ന് വിചാരിച്ചിട്ട് എടുത്തതാണ്. അത്ര തന്നെ. പിന്നെ പാൻറ് വന്നിട്ട് ഇലാസ്റ്റിക് ഒക്കെ കൊടുത്തിട്ടുണ്ട്, പോക്കറ്റ്സ് ഒന്നും ഇല്ല, അതേപോലത്തെ തന്നെയാണ് പാൻറ്റും. അപ്പൊ ഈ ഒരു കോഡ് സെറ്റ് ഒക്കെ പോലെ ഇല്ലേ, അങ്ങനെയൊക്കെ വേണമെങ്കിൽ ഇത് പെയർ ചെയ്യാം. നല്ല ഷോളൊക്കെ ഇട്ടിട്ട് ഒന്ന് അടിപൊളിയാക്കിയാല്. ഷോൾ ഇടാത്തവർക്ക് അങ്ങനെ ചെയ്യാം. ഞാൻ ഷോൾ ഇടുന്നവരുടെ കാര്യം പറയാം കേട്ടോ. ഇത് ഞാൻ എടുത്തിട്ടുള്ള മീഡിയം ആണ്. ഇതിന്റെ മെറ്റീരിയലും റയോൺ തന്നെയാണ്. പിന്നെ ഇതിന്റെ പ്രൈസ് വന്നിട്ട് 449 രൂപയാണ്. ഞാൻ എടുത്തിട്ടുള്ള മീഡിയം ആണ്. പിന്നെ മെറ്റീരിയൽ വന്നിട്ട് റയോൺ ആണ്. ഇതൊക്കെ ഞാൻ പറഞ്ഞ കാര്യങ്ങളാണ്. ഇപ്പൊ ഫോട്ടോസ് ഒക്കെ ഞാൻ സൈഡിൽ കൊടുക്കാന്ന് പറഞ്ഞു. അപ്പൊ അടുത്ത ഡ്രസ്സിലോട്ട് പോവാം. ഫൈനൽ ഡ്രസ്സാണ്. ഇത് ഒരു ടൈപ്പ് ഗ്രേ കളറാണ് കേട്ടോ, ഗ്രേ ബ്ലൂ. ഇതും എനിക്ക് തോന്നുന്നു മീഡിയം ആണ് എടുത്തിട്ടുള്ളതെന്ന്. കാരണം കുറച്ച് സൈസ് വലുതാണ്. എന്തുദ്ദേശത്തിലാണ് എടുത്തതെന്ന് എനിക്ക് ഒട്ടും ഓർമ്മയില്ല കേട്ടോ. മീഡിയം ഞാൻ എടുക്കാറില്ല, കാരണം ഇപ്പൊ എനിക്ക് പെർഫെക്റ്റ് ആയിട്ട് മാച്ച് ആവുന്നത് സ്മോൾ ആണ്. പക്ഷെ ഞാൻ എന്തിനാ എടുത്തതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഓക്കെ, അപ്പൊ ഇതാണ് ഡ്രസ്സ് വന്നിട്ട്. ഇതിന്റെ സ്ലീവ് വന്നിട്ട് 3/4 സ്ലീവ് ആണ്. നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ. മെറ്റീരിയൽ വന്നിട്ട് റയോൺ ആണ്. ഇതിന്റെ ഇപ്പൊ ഞാൻ വാങ്ങിയിൽ ഏറ്റവും ലോവർ പ്രൈസ് ഉള്ളത് ഇതിനാണ്, 357 രൂപയാണ്. പിന്നെ ഇതും എക്സസ് തൊട്ടിട്ട് XXL വരെ ഇതിന്റെ സൈസ് അവൈലബിൾ ആണ്. പിന്നെ ഇതിൽ ലാർജ് നോട്ട് അവൈലബിൾ ആണ് കേട്ടോ ഇപ്പോ. അപ്പം ഇത് പോസ്റ്റ് ചെയ്തിട്ടൊക്കെ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് വെറുതെ ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ, ചിലപ്പോ അവൈലബിൾ ആയിട്ടുണ്ടാവും. പിന്നെ പറയാൻ എന്താന്ന് വെച്ചാൽ, ഇത് റയോൺ ആണ് മെറ്റീരിയൽ. ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് കാണാന്. പിന്നെ ഇതിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഇതിന്റെ സ്റ്റിച്ചിങ് അത്ര പോരാ കേട്ടോ. ഇതിന്റെ നെക്ക് നോക്കിക്കോളൂ, അത്ര പോരാ. സ്യൂട്ടായിട്ട് തോന്നുന്നില്ല, ഭയങ്കര ബാഡ് സ്റ്റിച്ചിങ് ആണ്. നെക്കൊക്കെ കിടക്കുന്നത് ഇങ്ങനെയൊക്കെ ആയിട്ട് കിടക്കുന്ന പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ പിന്നെ ക്വാളിറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കുഴപ്പമില്ല, മറ്റേത് പോലെ തന്നെയാണ് ക്വാളിറ്റി. കുറച്ച് തിന്നാണെന്ന് മാത്രം. റയോൺ ആയതുകൊണ്ട് പെട്ടെന്നൊന്നും കേടുവരത്തൊന്നുമില്ല. പിന്നെ ഇതിന്റെ പാൻറ് വന്നിട്ട് ഇത് ലൈനായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഐ തിങ്ക് പാൻറ് കുറച്ചും കൂടി കട്ടിയുണ്ട് കേട്ടോ. അതായത് ഈ ടോപ്പിനെക്കാട്ടും കുറച്ചും കൂടി കട്ടിയൊക്കെ തോന്നിക്കുന്നുണ്ട്. ഇങ്ങനെയാണ്, ഇലാസ്റ്റിക് ആണ് കൊടുത്തിട്ടുള്ളത്. കുറച്ച് സ്റ്റിക്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. ചിലതൊക്കെ വാഷ് ചെയ്താൽ അതങ്ങ് റെഡി ആയിക്കോളും.
അപ്പൊ അങ്ങനത്തെ ഒക്കെ പോലെ തോന്നുന്നുണ്ട്. അപ്പൊ എന്തായാലും കുഴപ്പമൊന്നുമില്ല. എന്നാലും ഇത് വലിയ പോരാ, തൃപ്തി ആയില്ല എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഇത് എന്റെ സൈസും ഞാൻ എന്റെ മിസ്റ്റേക്ക് ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. ഞാൻ ഇനി ഇത് ചെക്ക് ചെയ്താലേ മനസ്സിലാവത്തുള്ളൂ. ഞാൻ എടുക്കുന്ന ഫോണിലാണ് ഇത് ഓർഡർ ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിൽ ഞാൻ വന്നതാണോ, സൈസിൽ ഇഷ്യൂ വന്നതാണോ, ഞാൻ മിക്കവാറും സ്മോൾ തന്നെ എടുക്കാറ്. അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം പറ്റില്ലെങ്കിൽ ഇത് ഞാൻ മേ ബി റിട്ടേൺ ആക്കും. കാരണം ഇതിന്റെ സ്റ്റിച്ചിങ് ഒന്നും പോരാ. അപ്പൊ ഇത് കൺഫേം ആണ് റിട്ടേൺ ആണെന്ന്. പിന്നെ സൈസ് ഇഷ്യൂ ഉണ്ടല്ലോ ഓൾറെഡി. അപ്പൊ അത്രേ ഉള്ളൂ. വീഡിയോസ് സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാൻ നോക്കി. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വോയിസിന്റെ ഇഷ്യൂ കുറെ പേര് പറയുന്നുണ്ടായിരുന്നു. അത് കാരണമാണ് ഞാനിപ്പോ ഷോളിലൊക്കെയാണ് മൈക്ക് സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഉറക്കി സംസാരിക്കാൻ നോക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും അത്രേ ഉള്ളൂ. വീഡിയോസ് ഫുൾ ആയിട്ട് കാണാൻ നോക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ കുർത്ത സെറ്റ് ഹോളിന്റെ പാർട്ട് 2 ആയിട്ടൊന്നും ഞാൻ വരുന്നില്ല. ബൈ ചാൻസ് നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അത് അറിയിക്കുക. കമന്റിൽ അറിയിച്ചാൽ ഞാൻ അത്തരം വീഡിയോസ് ഇടാം. പിന്നെ നിങ്ങൾക്ക് ഫ്ലിപ്കാർട്ട് ആണോ, മീഷോ ആണോ, ആമസോൺ ആണോ, മിന്ത്ര ആണോ, അജിയോ ആണോ, നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടമെങ്കിൽ അതൊന്ന് കമന്റിൽ അറിയിക്കുക. എപ്പോഴും നിങ്ങൾ എന്താണോ ഡ്രസ്സ് ഓർഡർ ചെയ്യുന്നത് എന്നുള്ളതും കൂടി ഒന്ന് അറിയിക്കുക. അപ്പൊ അത്രേ ഉള്ളൂ വീഡിയോസ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.